ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. സോ ഇന്ന് നമ്മള് ഭഗവത്ഗീതയില് സെക്കൻഡ് ചാപ്റ്ററിൽ 52nd വേഴ്സ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ഭക്തന്മാർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ. So reading from Bhagavad Gita, chapter 2, text 52. Yada te moha kalilam buddhir vyati tarishyati tada gantasi nirvedam shrotavyasya shrutasya cha. Yada te moha kalilam buddhir vyatitirashyati tada gantasi nirvedam श्रोतव्यस्य श्रुतस्य च. यदा ते मोहकलिलं बुद्धिर्व्यतितिरस्यति तदा गन्तासि निर्वेदं श्रोतव्यस्य श्रुतस्य च. ഹരേ കൃഷ്ണ. ആരെങ്കിലും രണ്ട് ഭക്തന്മാർ ശ്ലോകം റീഡ് ചെയ്യുമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. ഞാൻ വായിക്കട്ടെ മാജി? യെസ് മാതാജി. ഓം നമോ ഭഗവതേ. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. പർപ്പട്ടും ട്രാൻസ്ലേഷൻ പർപ്പട്ടും വായിക്കണോ മാജി? മലയാളം? യെസ് മാതാജി. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പട്ട് ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദ് കി ജയ്. ജയ് ശ്രീ പ്രഭുപാദ്. വിവർത്തനം. ബുദ്ധി വ്യാമോഹമാകുന്ന നിബിഡ വനത്തെ പിന്നിട്ട് കഴിയുമ്പോൾ കേട്ടതിനെ കുറിച്ചും കേൾക്കേണ്ടതിനെ കുറിച്ചും നീ ഉദാസീനനായി തീരും. ഭാവാർത്ഥം. ഭക്തന്മാരുടെ ജീവിത കഥകളിൽ അവർ ഭഗവത് സേവനത്തിൽ മുഴുകുകയാൽ വേദോക്തങ്ങളായ ചടങ്ങുകളിൽ ഉദാസീനരായതിന് നല്ല ഉദാഹരണങ്ങൾ വേണ്ടുവോളമുണ്ട്. കൃഷ്ണനെ കുറിച്ചും താനും കൃഷ്ണനുമായുള്ള ബന്ധത്തെ പറ്റിയും ശരിക്കറിയുന്ന ഒരാൾ അനുഭവ സമ്പന്നനായൊരു ബ്രാഹ്മണനായാലും ശരി ബലോദിഷ്ട കർമ്മങ്ങളിൽ തീരെ അശ്രദ്ധനാകുന്നത് സ്വാഭാവികമാണ്. ഭക്തി പരമ്പരയിൽപ്പെട്ട ഒരു മഹാചാര്യനും ഉത്തമ ഭക്തനുമായ ശ്രീ മാധവേന്ദ്രപുരി പറയുന്നു: സന്ധ്യാവന്ദന ഭദ്രമസ്തു ഭവതോ ഭോ സ്നാന തുഭ്യം നമഃ നമോ ഭോ ദേവ പിതരശ്ച തർപ്പണ വിദൗ നാഹം ക്ഷമ്യതാം യത്ര കോപി നിഷദ്യ യാദവ കുലോത്തമസ്യ കംസ ദൃശഃ സ്മാരൻ സ്മരാമഖം ഹാരാമി തദലം മന്യേതി മന്യേന മേ. അല്ലയോ ത്രിസന്ധ്യാ പ്രാർത്ഥനകളെ, നിനക്കു മംഗളം. സ്നാനമേ നമസ്കാരം. ദേവന്മാരെ, പിതൃക്കളെ, നിങ്ങളെ ആരാധിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, ക്ഷമിക്കണം. ഇന്ന് ഞാൻ എവിടെയായിരുന്നാലും വംശോത്തമനായ കംസവൈരിയെ മാത്രം ഓർക്കുന്നു. ആ സ്മരണ കൊണ്ട് തന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും എനിക്ക് മുക്തനാകാം. മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. ആധ്യാത്മിക വിദ്യാഭ്യാസത്തിന്റെ ആരംഭഘട്ടത്തിൽ പ്രാരംഭകർക്ക് വേദോക്തങ്ങളായ ക്രിയാനുഷ്ഠാനങ്ങൾ ഒഴിച്ചുകൂടാത്തവയാണ്. ദിവസം തോറും 3 നേരത്തെ പ്രാർത്ഥന, പ്രഭാത സ്നാനം, പിതൃതർപ്പണം എന്നിവ അതിൽ ഉൾപ്പെടുന്നു. എന്നാൽ പൂർണ്ണമായ കൃഷ്ണാവബോധത്തോടെയും ദിവ്യപ്രേമത്തോടെയും സേവനം അനുഷ്ഠിക്കുന്നവർ പൂർണ്ണത നേടിക്കഴിഞ്ഞത് കൊണ്ട് ഇവയിൽ ശ്രദ്ധിക്കാറില്ല. ശ്രീകൃഷ്ണ ഭഗവാനെ സേവിച്ച് വിജ്ഞാനവേദിയിലേറാൻ സാധിച്ച ഒരാൾക്ക് വേദഹിതങ്ങളായ തപസ്യകളോ യജ്ഞങ്ങളോ തുടർന്നു പോകേണ്ടതില്ല എന്നു മാത്രമല്ല, വേദങ്ങളുടെ ഉദ്ദേശം തന്നെ കൃഷ്ണനിലേക്ക് നയിക്കലാണെന്ന് മനസ്സിലാക്കാതെ
അത്തരം ചടങ്ങുകൾ അനുഷ്ഠിച്ചു വരുന്ന ആൾ സമയം പാഴാക്കുകയാണ് താനും. കൃഷ്ണാവബോധമാർന്ന മനുഷ്യൻ ബ്രഹ്മത്തെ അഥവാ വേദോപനിഷത്തുകളുടെ മേഖലയെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാജി ലാസ്റ്റ് ഒരു കോള് വന്നു, കട്ടായോ മാജി? ഇല്ല ഇല്ല. ഓക്കെ മാജി. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഓം അജ്ഞാനാതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മളിപ്പോ ഭഗവത്ഗീതയുടെ 2nd ചാപ്റ്ററിലെ 52nd വേഴ്സ് ആണ്. സോ ഈ വേഴ്സില് ബുദ്ധിയോഗം നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എല്ലാം എന്താണ് എന്നുള്ളതാണ് ലൈനായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ 1-2 ശ്ലോകത്തിൽ നമ്മൾ നോക്കിയത്. സോ ഭക്തിയോഗത്തിന് ഇനിയൊരു പേരുണ്ട്, ബുദ്ധിയോഗം. സോ ബുദ്ധിയോഗം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എല്ലാം എന്താണെന്നുള്ളതാണ് 50th ശ്ലോകാല പറഞ്ഞിട്ടുണ്ട്, 51st ശ്ലോകാലുണ്ട് എല്ലാം. 50th ശ്ലോകാല പറയുന്നുണ്ട്, നല്ല ചീത്ത 2 റിയാക്ഷൻസിലിരുന്നും നമ്മൾ ഫ്രീ ആവും എന്ന് പറയുന്നുണ്ട്. നല്ല റിയാക്ഷൻസിലിരുന്നും ചീത്തയായിട്ടുള്ള റിയാക്ഷൻസ് യോഗ കർമ്മസു കൗശലം. അതുപോലെ 51ാമത്തെ ശ്ലോകത്തിൽ 2 ബെനിഫിറ്റ് പറയുന്നുണ്ട്. 2 ബെനിഫിറ്റ് വന്നിട്ട്, one becomes free from the cycle of birth and death, janmabandha vinirmuktah, ജനന മരണ ചക്രത്തിൽ നിന്ന് ഫ്രീ ആവും, and attains a place beyond miseries, പദം ഗച്ഛന്തി അനാമയം. പിന്നെ മിസറീസ്, ദുഃഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് കഴിഞ്ഞ 2 ശ്ലോകത്തില് ബുദ്ധിയോഗം അല്ലാതെ ഭക്തിയോഗം ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. ഇപ്പൊ ഈ ശ്ലോകത്തില് വേദങ്ങളില് കുറെ ഫ്ലവറി വേർഡ്സ് എല്ലാം ഉണ്ടാവും. അതെല്ലാം ഒരു ഭക്തൻ വന്നിട്ട് ഹയസ്റ്റ് ഗോളായിട്ട് ചിന്തിക്കില്ല. വേദത്തില് പറയും, ഇത് ചെയ്താൽ ഇന്ന കിട്ടും, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന കിട്ടും, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് വേദത്തിൽ വന്നിട്ട് കുറെ പ്രോമിസസ് എല്ലാം ഉണ്ടാവും. അതെല്ലാം കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ ആൻഡ് ഡെസ്റ്റിനേഷൻ എന്താണ്? ഭഗവാന്റെ തൃപ്പാദത്തില് അവിടെ പോയി ഭഗവാനെ കൈങ്കര്യം ചെയ്യുക, ഭഗവാനെ സേവിക്കുക. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ. പക്ഷെ വേദങ്ങളിൽ വന്നിട്ട് ഓരോരോ സ്റ്റേജിൽ വന്നിട്ട് എന്താ പറയാ, ഇത് കിട്ടും, അത് കിട്ടും, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നെല്ലാം പറയുമ്പോ എന്താന്ന് വെച്ചാല് നമ്മള് അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫിലിരുന്ന് നമ്മൾ മാറിപ്പോവും. ഇതെല്ലാം എന്തുകൊണ്ടാണ് വേദിക് റിച്വൽസ് എല്ലാം വന്നിട്ട് നമ്മൾ ചെയ്യുന്നത്? നാരദമുനി വന്നിട്ട് പറയുന്നുണ്ട്, ഈവൻ മുമ്പും നമ്മുടെ വേദവ്യാസൻ വന്നിട്ട് വേദത്തിലെ കുറെ എല്ലാം രചിച്ച്, വേദങ്ങളിലെ കുറെ എല്ലാം രചിച്ച് കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് ചെയ്യണം, അത് ചെയ്യണം, ഡെമിഗോഡ് വർഷിപ്പ്, റിച്വൽസ്, ചടങ്ങുകൾ, അത് ഇതെല്ലാം പറഞ്ഞിട്ട് സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു, കിട്ടില്ല. പിന്നെ അവസാനം പറഞ്ഞു, ഭഗവാനെ പൂർണ്ണമായിട്ട് ഗ്ലോറിഫൈ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത്. അതുപോലെ ഭഗവത്ഗീതയിലെ നേരത്തെ ഇതേ 2ാമത്തെ അധ്യായത്തിൽ നേരത്തെ പറഞ്ഞു, യായിമം പുഷ്പിതം വാചം പ്രവദ്യന്തി അവിപശ്ചിതഃ വേദവാദ രഥപാർത്ഥ നാന്യത് അസ്തീതി വാദിനഃ കാമാത് മനഃ സ്വർഗപര ജന്മ കർമ്മ ഫലപ്രദം ക്രിയ വിശേഷ ബഹുലാം ഭോഗൈശ്വര്യ ഗതിം പ്രതി. ഇതെല്ലാം വന്നിട്ട് ശരീരം മരിക്കുമ്പോ എന്താവും? ശരീരം മരിച്ചു പോകുമ്പോ എല്ലാം ഒന്നും ഇല്ലാതെ പോകും. അത് ഏത് സ്വർഗത്തിൽ പോയാലും എവിടെ പോയാലും
ഈവൻ ആ ബ്രഹ്മ പോനാലും ഓക്കെ, റൈറ്റ് അപ് ടു ബ്രഹ്മ, ഫ്രം ദി ആൻഡ് ഒരു ചെറിയ ഒരു ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെ ജനന മരണ ചക്രത്തിലിരുന്ന് ഫ്രീ ഇല്ല. അത് സ്വർഗത്തിൽ പോയാലും അതെല്ലാം ഉണ്ട്. സോ വേദത്തിൽ കുറേ കാര്യങ്ങൾ പറയും, ഇതുണ്ടാവും. ശില പ്രഭുപാദ് വന്നിട്ട് നമുക്ക് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ശില പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്, ജീവാത്മാവ് വന്നിട്ട് മേലെ പോകുമ്പോ കുറേ എന്താ പറയാ അപ്സരസിന്റെ ഡാൻസ് ഉണ്ടാവും, പിന്നെ സോമരസം ഉണ്ടാവും, അപ്സരസിന്റെ ഡാൻസ് ഉണ്ടാവും, ചിന്താമണി കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ വലിയ 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 കൊട്ടാരം പാലസസ് എല്ലാം ഉണ്ടാവും, വിമാനങ്ങൾ ഉണ്ടാവും. വാവ്, എന്തെല്ലാം ഉണ്ട് ഇവിടെ, ഇതെല്ലാം എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ നമ്മുടെ മേലെ പോകുന്നത് ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് നമ്മുടെ ജേർണി വന്നിട്ട് അവിടെ സ്റ്റോപ്പ് ആവും. അപ്പൊ അതുകൊണ്ട് ശില പ്രഭുപാദ് നേരത്തെ പറയുന്നുണ്ട്, ഇതെല്ലാം വഴിയിലുണ്ടാവും, പക്ഷെ അതിൽ വന്നിട്ട് നമ്മൾ ഡിസ്റ്റർബ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞ് ശില പ്രഭുപാദ് നേരത്തെ നമുക്ക് വാർണിംഗ് പറയുന്നുണ്ട്. സോ വേദത്തിലെ കുറെ മായാജാല വാക്കുകളെല്ലാം ഉണ്ട്. അതെല്ലാം കേട്ടിട്ട് ഒരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ എന്താണ് നമ്മുടെ, അതിലിരുന്ന് നമ്മള് നീങ്ങിപ്പോയി എന്താണ് നമ്മുടെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ളത് മറന്നുപോയിട്ട് ഈ വേദത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വന്നിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. ബിക്കോസ് നമുക്കവിടെ ക്ലാരിറ്റി ഇല്ല. ഇപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് ഈ സോമരസം കിട്ടിയില്ല, സ്വർഗപോഹങ്ങളെല്ലാം ഇത് വന്നിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ATM കാർഡ് ഇട്ട് പൈസ എടുക്കുന്ന മാതിരി. ഈവൻ സ്വർഗലോകത്തിലെല്ലാം പോയി സുഖഭോഗങ്ങളെല്ലാം എൻജോയ് ചെയ്താലും ATM കാർഡ് ഇടുമ്പോൾ പൈസ കിട്ടും. ഓക്കെ, പൈസ കിട്ടും. പിന്നെ ഓരോ സ്റ്റേജിൽ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലെങ്കിൽ പിന്നെ പൈസ ഒന്നും കിട്ടത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ പുണ്യകർമ്മങ്ങളെല്ലാം ഉള്ളവരെ നമ്മൾ സ്വർഗഭോഗത്തിലെ ഐശ്വര്യങ്ങളെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ പുണ്യകർമ്മങ്ങളെല്ലാം അവിടെ ഫിനിഷ് ആയി കഴിഞ്ഞാല് പിന്നെ എന്താ പറയാ, യു വിൽ നോട്ട് ഹാവ് എനി, അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് നമ്മൾ താഴെ വീഴേണ്ടി വരും. സോ വളരെ ക്ലിയർ ആയിരിക്കണം, നമ്മുടെ ഡെസ്റ്റിനേഷൻ വന്നിട്ട് സുഖഭോഗങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നത് അല്ല. നമ്മുടെ ഡെസ്റ്റിനേഷൻ വന്നിട്ട് ഇതാണ്. അതാണ് ബുദ്ധിയോഗം അല്ലാതെ ഭക്തിയോഗം നമ്മൾ പഠിപ്പിക്കുന്നത്. ബി ഇന്റലിജന്റ്. എന്താണ്? സെർവ് കൃഷ്ണ. ആൻഡ് സർവീസ് ടു കൃഷ്ണ അത് വന്നിട്ട് സാധന എന്ന് പറയും. സാധന അത് വന്നിട്ട് സർവീസ് ടു കൃഷ്ണ. നമ്മൾ വന്നിട്ട് ഇവിടെ ഭഗവാനെ വന്നിട്ട് സേവിക്കുമ്പോ എന്താവെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ വിചാരിക്കാം നമ്മൾ ഇവിടെ ചെയ്യുന്ന സർവീസ് എല്ലാം ഭഗവാൻ ഇവിടെ എത്തുന്നുണ്ട്. ആക്ച്വലി ഭക്തിയുഗ സേവനത്തില് നമ്മൾ ചെയ്യുന്ന സാധനയും സാധ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റൈൻ ചെയ്യേണ്ട ഗോൾ രണ്ടും സെയിം ആണ്. ഇപ്പൊ നമുക്കതൊരു ചെറിയ എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മള് എവിടെയെങ്കിലും ഒരു എംബസിക്ക് പോവുകയാണെങ്കിൽ, അപ്പൊ US-ന്റെ എംബസി അങ്ങനെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ ക്യാമ്പസിന്റെ അകത്ത്, ഇപ്പൊ ഇന്ത്യയിലുള്ള US എംബസി ആയാലും ആ ക്യാമ്പസിന്റെ അകത്ത് വന്നിട്ട് ഇന്ത്യൻ ലോസ് അപ്ലിക്കബിൾ അല്ല, അവിടെ US-ന്റെ ലോസ് ആണ്. അവിടെ US-ലെ എപ്പെല്ലാം ഹോളിഡേസ് ഉണ്ടോ അപ്പോഴാണ് എന്താ പറയാ അവർക്ക് ഹോളിഡേസ്. അവർക്ക് ക്രിസ്മസ് വെക്കേഷൻ ഉണ്ടാവും, ന്യൂ ഇയർ വെക്കേഷനും ലോങ് വെക്കേഷൻ ഉണ്ടാവും. ദീപാവലിക്ക് അവർ വർക്കിംഗ് ആയിരിക്കും. സോ ദീപാവലിക്കെല്ലാം വന്നിട്ട് അവർക്ക് ഹോളിഡേ ഉണ്ടാവില്ല. സോ അവിടുത്തെ റൂൾസ് ഡിഫറെന്റ് ആണ്. അവിടെ യൂസ് ചെയ്യുന്ന ടിഷ്യൂ പേപ്പറും US മെയ്ഡ് ആയിരിക്കും. അവരുടെ ടേബിൾ, അവിടെ US എംബസിക്കകത്ത് എന്നെല്ലാം സാധനം നമ്മൾ കാണുന്നുണ്ടോ എല്ലാ സാധനങ്ങളും മെയ്ഡ് ഇൻ US ആയിരിക്കും. ദേ വിൽ ബി ഇൻ ഇന്ത്യ, ബട്ട് ദേ വിൽ യൂസ് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം എന്തായിരിക്കും വെച്ചാൽ US മെയ്ഡ് ആയിരിക്കും. അപ്പൊ പിന്നെ എന്താന്ന് വെച്ചാൽ, അതായത് അമേരിക്ക പോയാൽ എന്തെല്ലാം നിയമങ്ങളുണ്ടോ അതെല്ലാം ഇന്ത്യയിൽ ഇരുന്നിട്ട് തന്നെ അവർ അതെല്ലാം ഫോളോ ചെയ്യും. പിന്നെ അപ്പൊ ഈ എംബസി മുഖാന്തരം പിന്നെ നമ്മള് പേപ്പർ വർക്ക്സ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വന്നിട്ട് US റീച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഓരോരോ ഹരേ കൃഷ്ണ സെന്ററും വന്നിട്ട് ഒരു എംബസി പോലെയാ. അതായത് ഭഗവത് ധാമത്തിന്റെ ഒരു എംബസി. ഇവിടെ വന്നിട്ട് നമ്മൾ എന്താ ചെയ്യണേ, ഹരികീർത്തനം ചെയ്യുന്നുണ്ട്,
ഹരിനാമ സങ്കീർത്തനം, ഭഗവാനെ വന്നിട്ട് കീർത്തിക്കുന്നു, ഭഗവാന്റെ ഗുൺഗാൻ ചെയ്യുന്നുണ്ട്, ഭഗവാന് ഭോഗ ഓഫർ ചെയ്യുന്നുണ്ട്, ഭഗവാൻ ആരതി ചെയ്യുന്നുണ്ട്, ഭഗവത് കൈങ്കര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഭഗവാൻ സന്തുഷ്ടനാകും. സ്പിരിച്വൽ വേൾഡിൽ പോയി എന്ത് ചെയ്യും? ഇതേ തന്നെ ചെയ്യും, ഇതേ തന്നെ ചെയ്യും. നമ്മുടെ നമ്മുടെ ഇസ്കോൺ സെന്റേഴ്സ് എല്ലാം വന്നിട്ട് എംബസികളാ. അവിടെ എത്തേണ്ട, അവിടെ പോയാലും ഇത് തന്നെ നമ്മൾ ചെയ്യുന്നു. ബട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ട്രെയിനിങ് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹരേ കൃഷ്ണ സെന്റേഴ്സിലെല്ലാം വന്നിട്ട് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫ് വന്നിട്ട് എന്താന്ന് വെച്ചാൽ സ്വർഗഭോഗം, ഈ സുഖവാസങ്ങൾ അതെല്ലാം ഇല്ല. ബട്ട് ബൈ സർവിങ് ദ ലോർഡ് വി ഗെറ്റ് ഓട്ടോമാറ്റിക്കലി എല്ലാമേ നമുക്ക് കിട്ടും. അപ്പൊ മായയിൽ വന്നിട്ട് നമ്മൾ പെടാൻ പാടില്ല. ബിക്കോസ് ഈ ഫാൾസ് ഹോപ്സ് എല്ലാം ഉണ്ടായിരിക്കും, ഫാൾസ് ആയിട്ടുള്ള ഹോപ്സ്. ഈവൻ ഇന്ദ്രൻ പോലും ഇന്ദ്ര പദവിയിൽ നിന്ന് താഴെ വീണിട്ട് എന്താ പറയാ, താൻ ഇന്ദ്രൻ എന്നാണെന്നുള്ളതെല്ലാം മറന്ന് അങ്ങനെയെല്ലാം ആയിട്ടുണ്ട്. ഇന്ദ്രൻ ചെയ്ത മിസ്റ്റേക്ക് കൊണ്ട്, ഇന്ദ്രന്റെ കർമ്മഫലം അനുസരിച്ച് ബൃഹസ്പതി ദേവഗുരുവിനെ വന്ന് റെസ്പെക്ട് ചെയ്യാതിരുന്നപ്പോ എന്തായി, ഇന്ദ്രൻ വന്നിട്ട് ദേവഗുരുവിന്റെ യു ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് ഗുരു, നീ വന്നിട്ട് സുഖഭോഗങ്ങളെല്ലാം കൂടുതൽ കിട്ടിയപ്പോ ഒരു ഗുരുവിനെ റെസ്പെക്ട് ചെയ്യണം, അത് ആ ബേസിക് കാര്യം പോലും എനിക്ക് മനസ്സിലായില്ലേ. അപ്പോ ഈ ഇതിനെല്ലാം വന്നിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞ് എന്താ ബൃഹസ്പതി ദേഷ്യപ്പെട്ടു പോയ പിന്നെ ദേവന്മാരുടെ ഐശ്വര്യങ്ങളെല്ലാം ഇല്ലാതായപ്പോ എന്തായി, അസുരന്മാർ ഓട്ടോമാറ്റിക്കലി പവർഫുൾ ആയി. അസുരന്മാർ പവർഫുൾ ആയപ്പം ദേ അറ്റാക്ക് ദ ദേവേഴ്സ്, അങ്ങനെയല്ലായി. ഇനിയൊരു സ്റ്റേജ് നോക്കിയാ ദേവേന്ദ്രൻ വന്നിട്ട് ഒരു പ്രാവശ്യം വന്നിട്ട് ഹി ടുക്ക് ബർത്ത് ആസ് എ പിഗ് ഓൾസോ. സോ ഈവൻ സ്വർഗലോകത്തിൽ പോയി ഇന്ദ്രനായാലും വന്നിട്ട് താഴെ വീഴാൻ എല്ലാ ചാൻസ് ഉണ്ട്. അപ്പൊ വേദത്തിൽ വന്നിട്ട് സ്വർഗത്തിൽ പോവാം, അത് എൻജോയ് ചെയ്യാം, ഇത് എൻജോയ് ചെയ്യാന്ന് വെച്ചാൽ അതെല്ലാം താൽക്കാലികമായത്. ദിറ്റ് ഇസ് നോട്ട് പെർമനന്റ്. പെർമനന്റ് ആയിട്ടുള്ള എൻജോയ്മെന്റ് അവിടെ ഒന്നുമില്ല. ശാശ്വതമായിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഭഗവത് സേവനം, ഭക്തന്മാരെ സേവിക്കുക, ഭഗവാനെ സേവിക്കുക, അതല്ല. അപ്പൊ കർമ്മകാണ്ഡ. സോ ദ ഹയസ്റ്റ് റിയാലിറ്റി എന്താന്ന് വെച്ചാല് ഈ പല ലോകങ്ങളെല്ലാം സഞ്ചരിച്ച് വേദത്തിൽ പറഞ്ഞതെല്ലാം ഫോളോ ചെയ്ത് അതെല്ലാം അതിന് വി വിൽ വേസ്റ്റ് ലോട്ട് ഓഫ് അവർ ലൈഫ് ടൈം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയം, പല ജന്മങ്ങൾ വേസ്റ്റ് ആവും. ഇതെല്ലാം വന്ന് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കണം എന്ന് വെച്ചാല് ഇത് ഇപ്പൊ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റെന്നൊന്നും പറയാനില്ല. ഇപ്പൊ എന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് ട്രാഫിക് റൂൾസിൽ വന്നിട്ട് പോകുമ്പോ അവർ പറയും ടേൺ റൈറ്റ്, ഉടനെ റൈറ്റ് ടേൺ ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞ് പറയും യു ടേൺ, ഉടനെ യു ടേൺ ചെയ്യും. പിന്നെ പറയും ടേൺ ലെഫ്റ്റ്, പിന്നെ ഗോ സ്ട്രെയിറ്റ് ഫോർ 200 കിലോമീറ്റേഴ്സ് എന്ന് പറയും. ഇതെല്ലാം ഓക്കെ, ഇതെല്ലാം കറക്റ്റ്, ഇതെല്ലാം ട്രാഫിക് റൂൾസ് എല്ലാം പക്കവായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ നീ എവിടെയാ എത്തണ്ടേ? വാട്ട് ഇസ് യർ ഡെസ്റ്റിനേഷൻ? അത് നമുക്ക് മനസ്സിലാവണല്ലോ. അതുപോലെയാണ് വേദത്തിൽ ഇത് ചെയ്യ്, അത് ചെയ്യും. വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കറക്റ്റ് ആണ്. വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യണം, വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യണം, അത് ചെയ്ത ഇത് ഓക്കെ. ഇതെല്ലാം ചെയ്തിട്ട് എന്ത് നേടാനും? വേദത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നത് എന്ന് എല്ലാം പറഞ്ഞ് ടെമ്പററി ഭക്തിയുത സേവനം ചെയ്യുമ്പോഴാണ് നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ഭഗവത് സേവനം നമുക്ക് കിട്ടുമ്പോൾ. സോ നമുക്ക് വന്നിട്ട് ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ നമുക്ക് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ഇവിടെ ശില പ്രഭുപാദ് വന്നിട്ട് മാധവേന്ദ്രപുരിയെ കുറിച്ച് പറയുന്നുണ്ട്. മാധവേന്ദ്രപുരി വന്നിട്ട് ഭയങ്കര ഗ്രേറ്റ് ഡിവോട്ടിയാണ്. പിന്നെ എന്താ പറയാ, അവിടെ പറയുന്നുണ്ട്, ഞാൻ ഈ എല്ലാ സന്ധ്യാവന്ദനം ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്കിതെല്ലാം ചെയ്യാൻ സമയമില്ല, പ്ലീസ് ഇതെല്ലാം എക്സ്ക്യൂസ് ചെയ്യുന്നെല്ലാം. ഇതെല്ലാം ഹയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഡിവോഷനാണ്. യെസ്, ഹയസ്റ്റ്. മാധവേന്ദ്രപുരിയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ മാധവേന്ദ്രപുരി വലിയൊരു ആചാര്യനാണ്. മാധവേന്ദ്രപുരി വന്നിട്ട് എന്താ പറയാ, മാധവേന്ദ്രപുരി വന്നിട്ട് നല്ലൊരു ഭക്തനായിരുന്നു. പിന്നെ കുറെ ഭക്തിയുത സേവനം എല്ലാം ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഭഗവാൻ വന്നിട്ട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, എന്റെ വിഗ്രഹം വന്നിട്ട് മണ്ണിന്റെ അകത്ത് പൊതഞ്ഞിരിക്കുകയാണ്, അതിനെ എടുത്ത് പൂജ തുടങ്ങണം എന്ന് പറഞ്ഞപ്പോ പിന്നെ മാധവേന്ദ്രപുരി ആ ഗോപാൽ ഡീറ്റിയെ വെളിയെടുത്ത് പിന്നെ അവർക്ക് പൂജയെല്ലാം തുടങ്ങുമ്പോൾ പിന്നെ മാധവേന്ദ്രപുരിക്ക് ഭഗവാൻ ഒന്ന് പറയും, ഒരേ കാലം മണ്ണിന്റെ അകത്ത് ഇരുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ചൂടെടുക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ചന്ദനം പൂശണം, അത് അവിടെ ജഗന്നാഥ് പുരിയിലെ പോയി ചന്ദനം എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞ് ഭഗവാൻ ഒന്ന് സ്വപ്നത്തിൽ പറഞ്ഞപ്പോ മാധവേന്ദ്രപുരി ടുക്ക് ഇറ്റ് വെരി സീരിയസ്ലി, വളരെ സീരിയസ് ആയി എടുത്തിട്ട് പോയി ആ ചന്ദനം കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്ന വഴിക്ക് മറ്റേ ഖീർച്ചോർ ഗോപിനാഥിന്റെ ടെമ്പിളിൽ അവിടെ പോയപ്പോ ഭഗവാൻ വന്നിട്ട് അമൃത കേളി എന്ന് പറഞ്ഞ്
വളരെ വിശേഷപ്പെട്ട ഒരു ഓഫറിങ്. ഇറ്റ്സ് എ കണ്ടൻസ്ഡ് മിൽക്ക്. അത് വന്നിട്ട് ഓഫർ ചെയ്യുമ്പോൾ മാധവേന്ദ്രപുരി വിചാരിച്ചു, ഇത് എന്ത് ഓഫറിങ്ങാ, ഭഗവാൻ ഓഫറിങ് ചെയ്യുന്നുള്ളത്, ഇതിന് ഒരു ഇച്ചിരി ഒരു ടേസ്റ്റിന് കിട്ടുവാണെങ്കിൽ ഞാൻ വന്നിട്ട് എന്റെ ഗോപാൽജിക്ക് ഞാൻ ഇത് തന്നെ ഓഫർ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്ത് മണ്ടത്തരവാ ചെയ്ത ഞാന്. ഇത് വന്നിട്ട് ഭഗവാനെ നിവേദ്യം പോലെ ചെയ്തിട്ടില്ല, അപ്പോഴേക്കും ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചല്ലോ, എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല, ഞാൻ പാപിയാണെന്ന് പറഞ്ഞിട്ട് ഉടനെ സ്ഥലം വിടും. സ്ഥലം വിടുമ്പോ പിന്നെ പൂജാരി 12 പോട്ട്സാ കൊണ്ടുപോകുന്ന അമൃതക്കേളി. 12 പോട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോ തിരിച്ചു വരുമ്പോ 11 പോട്ട്സ് എടുത്തിട്ട് തിരിച്ചു വരും. 11 പോട്ട്സ് എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് രാത്രി വന്നിട്ട് ഭഗവാന്റെ വന്നിട്ട് പൂജാരിയെ വിളിക്കുക. പൂജാരി എഴുന്നേറ്റ്, പാണ്ട എഴുന്നേറ്റ്. എന്തുവാ, ഞാൻ എന്റെ ഭക്തൻ മാധവേന്ദ്രപുരിക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലെ ഖീർ വന്ന് എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്റെ കാലിന്റെ ഇടയ്ക്ക് പിന്നാലെ എന്ന് പറയും. അപ്പൊ ഓടി അതിങ്ങനെ സ്വപ്നമായിരിക്കും, എനിക്ക് സ്വപ്നമായിരിക്കും എന്ന് വിചാരിച്ചു. ഇല്ല മാധവേന്ദ്രപുരി നീ പോ. അപ്പൊ ആ സമയം പൂജാരി കുളിച്ച് നട തുറന്ന് അവിടെ ആൾട്ടാർ എല്ലാം തുറന്ന് നോക്കുമ്പോ ശരിക്കും ഭഗവാന്റെ തൃപ്പാദത്തിന്റെ അടുത്ത് പിന്നാലെ ഒരു 12ാമത്തെ പോട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പം പൂജാരി ഭയങ്കര എക്സ്റ്റാറ്റിക്, എന്ത് ഒരു വലിയ ഭക്തനായിരിക്കണം, ഭഗവാൻ വന്നിട്ട് ഒരു പോട്ട് ഖീർ വന്നിട്ട് എടുത്തു വെക്കണമെങ്കിൽ എത്ര വലിയ ഭക്തനായിരിക്കണം. ആരാ മാധവേന്ദ്രപുരി എന്ന് പറഞ്ഞിട്ട് ഈ പോട്ട് ഓഫ് ഖീർ എടുത്തിട്ട് മാർക്കറ്റ് പ്ലേസിൽ ഓടിപ്പോയി വിളിക്കുമ്പോ മാധവേന്ദ്രപുരി വിചാരിക്കും, അയ്യോ എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചത് എങ്ങനെയോ പൂജാരിക്ക് അറിഞ്ഞു കാണും, ഞാനൊരു പാപിയാണ്, അപരാധിയാണ്, ഭഗവാനെ നിവേദ്യം ചെയ്യുന്നതിന് മുമ്പ് കഴിക്കണമെന്ന് വിചാരിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് അവിടുന്ന് ഓടുമ്പോ പൂജാരി പിന്നാലെ ഓടിപ്പോയി മാധവേന്ദ്രപുരിയെ പിടിച്ചിട്ട് സാക്ഷി ഗോപാൽ അല്ല ഖീർചോർ ഗോപിനാഥ് വന്നിട്ട് ഈ പോട്ട് നിനക്ക് വേണ്ടിയിട്ട് സ്റ്റീൽ ചെയ്ത് വെച്ചിരുന്നു, ഇത് പിടിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുത്ത് മാധവേന്ദ്രപുരി ഭഗവാന്റെ ആ കാരുണ്യം വിചാരിച്ച് അങ്ങനെ കണ്ണുനീരും ചൊരിഞ്ഞ് ആ പ്രസാദം ആൻഡ് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ വേൾഡ്. ആ പ്രസാദം വന്നിട്ട് വാസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ വേൾഡ്. അതുപോലത്തെ ഒരു ടേസ്റ്റി പ്രസാദമായിരുന്നു. അപ്പൊ പിന്നെ മാധവേന്ദ്രപുരി പിന്നെ പറയുന്നിട്ട് ഇത് ഭഗവാൻ സ്പർശിച്ച് ഭഗവാൻ എനിക്ക് വേണ്ടി മാറ്റിവെച്ച ഈ കുടമാണ് എന്ന് പറഞ്ഞിട്ട് ആ പോട്ടിനും പൊട്ടിച്ച് അതിന്റെ പീസസ് കൂടെ കഴിച്ചു എന്നാ ചൈതന്യ ചരിതാമൃത പറയുന്നത്. സോ ഇവരെല്ലാം അത്ര വലിയ ഡിവോട്ടിയാണ്. അപ്പൊ ഇവർക്ക് വന്നിട്ട് 24 hours വന്നിട്ട് ഭഗവാന്റെ ചിന്തയാൽ വേറെ ഒന്നില്ല. അപ്പൊ വേദത്തിൽ പറഞ്ഞിട്ടുള്ള സിസ്റ്റമാറ്റിക് എല്ലാം ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഇത് പറയുന്നുണ്ട്. ബട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇത് വേദിക് റിച്വൽസും വേദിക് ചടങ്ങുകളെല്ലാം വന്നിട്ട് നിയോഫൈറ്റ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ഇതെല്ലാം സോ ഫുള്ളി കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ എൻഗേജ് ആണെങ്കിൽ അവർ ഇതെല്ലാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. സോ ബട്ട് നമ്മൾ വന്ന് അതിനുവേണ്ടി വിചാരിക്കും, വേദത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം ടെമ്പററി ആണ്, അതുകൊണ്ട് നമ്മള് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. പിന്നെ വേറൊരു മാതാജി ഉണ്ടായിരുന്നു, ജഗന്നാഥിന്റെ വളരെ ഒരു വലിയ ഡിവോട്ടി ഉണ്ടായിരുന്നു, കർമ്മഭായ് എന്ത് ചെയ്യുന്ന വെച്ചാല് രാവിലെ ജഗന്നാഥ് കുട്ടിയായിട്ട് വിചാരിക്കുമേ. അപ്പൊ ജഗന്നാഥ് ജി വന്നിട്ട് രാവിലെ ജഗന്നാഥ്പുരി അമ്പലത്തിൽ നിന്ന് ഓടി വന്നിട്ട് കർമ്മഭായ് ഉണ്ടാക്കുന്ന കിച്ചടി. അപ്പൊ കർമ്മ വെച്ചു, അമ്മ എനിക്ക് വിശക്കുന്ന, അമ്മ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും താ എനിക്ക് അങ്ങനെ പറയുമ്പോ കർമ്മഭായ് എഴുന്ന ഉടനെ പല്ല് പോലും തേക്കാതെ എന്താ പറയാ ഇവര് വന്നിട്ട് വേഗം കിച്ചടി ഉണ്ടാക്കി ജഗന്നാഥിന് വന്ന് കിച്ചടി ഓഫർ ചെയ്യും. അപ്പൊ കിച്ചടി വന്നിട്ട് അത്ര ഒരു സ്നേഹത്തോടെ ഓഫർ ചെയ്യുമ്പോൾ ജഗന്നാഥ് വന്നിട്ട് ഹി വിൽ റിലിഷ് ദറ്റ് കിച്ചടി. പിന്നെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മന്ദിറിലേക്ക് നട തുറക്കുമ്പോഴത്തേക്ക് ഓടിപ്പോകും. അപ്പൊ ഒരു ദിവസം കർമ്മഭായിന്റെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് എല്ലാം പറയാം, നീ ഇങ്ങനെയും ഓഫർ ചെയ്യുന്നത്, കുളിക്കാതെ പല്ല് തേക്കാതെ എങ്ങനെയെല്ലാം നീ ഭഗവാനെ നിവേദിക്കുന്നത്, ഇതൊന്നും ശരിയല്ല കേട്ടോ, ഇങ്ങനെയൊന്നും ഓഫർ ചെയ്യാൻ പാടില്ല, നീ ചെയ്യുന്നത് അപരാധമാണെന്നെല്ലാം പറയുമ്പോ പിന്നെ കർമ്മഭായി എന്ത് ചെയ്തു, ആയിരിക്കും ശരിയാ എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ജഗന്നാഥ് വന്ന് ചോദിക്കും, അമ്മ എനിക്ക് വിശക്കുന്നത്, എനിക്ക് കിച്ചടി വേണം. കാരണം വെയിറ്റ് മോനെ, ഞാൻ കുളിച്ചിട്ടില്ലെന്നില്ല, ഞാൻ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞ് കുളിക്കാനെല്ലാം പോയി. പിന്നെ അത് കഴിഞ്ഞ് ഉണ്ടാക്കി. പിന്നെ അപ്പോഴേക്കും ഭഗവാന് ഭയങ്കര ജഗന്നാഥ് പിന്നെ ഭഗവാൻ ഭയങ്കര അപ്സെറ്റ് ആയി ജഗന്നാഥ്. പിന്നെ ജഗന്നാഥ് വന്നിട്ട് എന്താ പറയാ, എനിക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് നീ എപ്പോഴും പോലെ ഉണ്ടാക്കി തന്നെ. ഇതുപോലത്തെ ഡിവോട്ടീസ് എല്ലാം വന്നിട്ട് വളരെ എക്സോൾട്ടഡ് ഡിവോട്ടീസ് ആണ്. ഇപ്പൊ ശബരിമാത വന്നിട്ട് കടിച്ചിട്ട് ഫ്രൂട്ട് വന്നിട്ട് ശ്രീരാമചന്ദ്രമൂർത്തിക്ക് കൊടുത്തു വെച്ചാൽ അവരുടെ മൂഡ് വന്നിട്ട് എച്ചിലാക്കിയിട്ട് കൊടുക്കണമെന്നല്ല, അവരുടെ മൂഡ് വന്നിട്ട് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വന്നിട്ട് ഭഗവാൻ ഓഫർ ചെയ്യണമെന്നാണ്. സോ നമ്മള് മനസ്സിലാക്കണം, അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, വേദത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം ഇല്ല അതല്ല, ബട്ട് നമ്മള് എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ വന്നിട്ട് രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ട ആവശ്യമില്ല, ഞാൻ വന്ന് കുളിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വന്നിട്ട് എപ്പോ വേണമെങ്കിലും ഞാൻ പോയി
ഭക്തിയുത സേവനം ചെയ്യുക, അങ്ങനെയെല്ലാം നമ്മൾ റോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം എടുക്കാൻ പാടില്ല. നമ്മള് ആസ് എ പ്രാക്ടീസിങ് ഡിവോട്ടി നമ്മൾ സിസ്റ്റമാറ്റിക് എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാതെ തന്നെ വേണം. ഫോളോ ചെയ്തിട്ട് എന്താ വെച്ചാല് എല്ലാ കാര്യത്തിലും ഭഗവാനെ ഓർക്കാൻ വന്നിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓർക്കണം. സോ എന്ന് വെച്ചാൽ ഒരു ഭക്തൻ വന്നിട്ട് ഓക്കെ വേദത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം അക്നോളജ് ചെയ്യുന്നുണ്ട്. ബട്ട് എന്തെന്ന് വെച്ചാല് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ഓക്കെയാണ്, ബട്ട് എനിക്ക് വന്നിട്ട് ഇതെല്ലാം ചെയ്യാൻ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ഉത്തമ ഭക്തന്മാർ വന്നിട്ട് ഇതുപോലെ വളരെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം. ബട്ട് പ്രാക്ടീസിങ് ഡിവോട്ടി, സാധന ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഡിവോട്ടികൾ വന്നിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ബൈ 4 o'clock, ജപം ചെയ്യുക, ഭാഗവതം ഭഗവത്ഗീത ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്യുക, ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം വന്ന് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. നമ്മൾ വന്ന് വിചാരിക്കാൻ പാടില്ല ഓ വേദത്തിൽ പറഞ്ഞതെല്ലാം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. പിന്നെ അതുകൊണ്ട് നമ്മള് വി ഷുഡ് നോട്ട് തിങ്ക് അവർ സെൽസ് ഞാൻ വന്നിട്ട് വലിയൊരു ഉത്തമ ഭക്തനാണ്, അങ്ങനെയെല്ലാം വിചാരിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ വിചാരിച്ചാൽ നമ്മുടെ ഭക്തി അവിടെ ഫിനിഷ് ആവും. അതുകൊണ്ട് നമ്മള് തന്നെ സ്വയം അനലൈസ് ചെയ്യണം. 24 മണിക്കൂറിൽ എത്ര സമയം ഞാൻ ഭഗവാനെ ഓർക്കുന്നുണ്ട്, എത്ര സമയം ഞാൻ അപരാധം ചെയ്യാതെ ഇരിക്കുന്നു, മറ്റുള്ള ആൾക്കാരെ കുറിച്ച് കുശുമ്പ് പറയാതെ, അങ്ങനെയെല്ലാം എത്ര സമയം ഫുൾ ആൻഡ് ഫുള്ളി കൃഷ്ണ കോൺഷ്യസ്നസ് ഞാൻ ഇരിക്കുന്നു, നമ്മൾ തന്നെ സ്വയം അനലൈസ് ചെയ്യാം. പിന്നെ അത്ര മാത്രം പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിവോട്ടി ആണെങ്കിൽ പിന്നെ ഈ ബേസിക് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. യെസ്, നമ്മൾ വന്നിട്ട് ബേസിക് ക്ലെൻലിനെസ്സും ബേസിക് റൂൾസും ഫോളോ ചെയ്യും. ബട്ട് നമ്മുടെ ഇന്റൻഷൻ എന്താണെന്ന് വെച്ചാൽ ഭക്തിയുത സേവനം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, ഗുരു വൈഷ്ണവന്മാരെ തൃപ്തി ചെയ്യണം, ഭഗവാനെ തൃപ്തി ചെയ്യണം എന്നുള്ള വേദത്തിൽ പറഞ്ഞിട്ടുള്ള ഈ ആ ഫലം കിട്ടണം, ഈ ഫലം കിട്ടണം, അതല്ല നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ, അതല്ല. അപ്പൊ എപ്പോഴും ഭഗവാന്റെ തിരുനാമം നാവിൽ ഉണ്ടാവണം, എപ്പോഴും ഭഗവാന്റെ കൈങ്കര്യം ഉണ്ടാവണം. അതുകൊണ്ട് എന്താ പറയാ, സോ വളരെ രാജാ കുലശേഖര പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാല് എപ്പോഴും ഭഗവാൻ നാരായണനെ ചിന്തിക്കാം, എപ്പോഴും ഭഗവാൻ നാരായണനെ കുറിച്ച് ചിന്തിക്കാം. ആൻഡ് അനന്തനിലെ മേലെ കിടക്കുന്ന മാധവനെ എപ്പോഴും ചിന്തിക്കുക. അവരാരാണ്, നാരായണൻ ആരാണ്, കൃഷ്ണൻ ആരാണ്? ഹി ഈസ് എ ഡാർലിംഗ് ഓഫ് സൺ ഓഫ് ദേവകി, the hero of the demigods, the lord of the cows, and he holds a conch shell and a bow called Sharanga. He is the husband of goddess of fortune, the controller of all the universes, which he manifests from his abdomen as a pastime. What will you gain by thinking of anything else? കുലശേഖര ആൾവാർ പറയുന്നുണ്ട്, നാതേ ധാതരി ഭോഗി ഭോഗ ശയനെ നാരായണേ മാധവേ ദേവേ ദേവകീ നന്ദന സുരവരേ ചക്രായുധേ ശാരംഗിനി ലീലാശേഷ ജഗത് പ്രപഞ്ച ജഠരേ വിശ്വേശ്വരേ ശ്രീധരേ ഗോവിന്ദേ കുരു ചിത്ത വൃത്തമചലം അനിയാസ് തുക്കിം വർത്തനൈ. അപ്പൊ പറയുന്നുണ്ട്, വാട്ട് വിൽ യു ഗെയിൻ ബൈ തിങ്കിങ് ഓഫ് എനിത്തിങ് എൽസ്? ഭഗവാനെ കുറിച്ച് ചിന്തിക്കാതെ ഈ ലോകത്തിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ട് എന്താ കിട്ടാൻ പോകുന്നത്? അപ്പൊ നമ്മുടെ ലൈഫിന്റെ സക്സസ് എന്തായിരിക്കും എന്ന് വെച്ചാല് നമ്മുടെ മനസ്സിലെ മൈൻഡിലെ കംപ്ലീറ്റ്ലി വന്ന് കൃഷ്ണൻ വന്നിട്ട് ഫിക്സ്ഡ് ആയിരിക്കണം. അങ്ങനെ വന്നിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ലൈഫ് വന്നിട്ട് വളരെ സക്സസ്ഫുൾ ആകും. അന്തകാലേ ചമാമേവ സ്മരൻ മുക്വാ കലേവരം. അന്തകാലത്തില് ഭഗവാനെ വന്നിട്ട് ചിന്തിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ കുറെ എക്സാമ്പിൾസ് എല്ലാം കാണാം. അജാമിലെ ലാസ്റ്റ് നിമിഷത്തില് നാരായണ പറഞ്ഞു, ഭീഷ്മദേവൻ വന്നിട്ട് എന്താ പറയോ, കംപ്ലീറ്റ്ലി ഫുൾ ബ്ലഡില് ആരോസിൽ ശരശയ്യയില് വന്ന് കിടക്കുമ്പോ ആ വേദന, എന്തുമാത്രം വേദന ഉണ്ടാവും. ഇച്ഛാമൃത്യു ഉണ്ടായാലും ജീവനുള്ളവരെ വേദനകളെല്ലാം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്തെല്ലാം വേദനകൾ അനുഭവിക്കുന്നു അതെല്ലാം. അപ്പൊ അങ്ങനെ ഒരു ഇതില് വന്നിട്ട് ഭീഷ്മദേവൻ വന്ന് കിടക്കുമ്പോഴും കോൺഷ്യസ്നെസ് എവിടെയായിരുന്നു? ഭഗവാന് സ്തുതിക്കുവാർ. ഭീഷ്മപഞ്ചക എടുത്ത്
ഫുൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലി ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്ത് അങ്ങനെയല്ലായിരുന്നു. അപ്പോ എന്താ പറയാ, മനസ്സ് വന്നിട്ട് ഭഗവാനിൽ വന്നിട്ട് ഫിക്സ്ഡ് ആയിരിക്കണം. ഇത് ഇത് നമ്മൾ വന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഓൾവേസ് ട്രൈങ് ടു ഫിക്സ് ദ മൈൻഡ്. ഏതില്? ഭഗവാനിൽ വന്നിട്ട് ഫിക്സ് ചെയ്യാൻ വളരെ വളരെ നമ്മള് സിൻസിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് കിട്ടത്തില്ല. ഓൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫർഗെറ്റ് കൃഷ്ണ. ഓൾവേസ് റിമെമ്പർ. അതാണ് വേദത്തിന്റെ എസെൻസ്. ദ എസെൻസ് ഓഫ് ആൾ ദ വേദ ഈസ് ഓൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫർഗെറ്റ് കൃഷ്ണ. ഈ ഓൾവേസ് റിമെമ്പർ കൃഷ്ണ എപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കണം. ഓൾവേസ് റിമെമ്പർ കൃഷ്ണ. റീസെന്റ് ഞാൻ ഒരു ഗാഡ് സിസ്റ്ററോട് ഞാൻ സംസാരിച്ചപ്പോ അവരിങ്ങനെ പറയുമായിരുന്നു, ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡിക്ക് വന്നിട്ട് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അപ്പൊ വളരെ ബ്രെയിനിൽ ഓപ്പറേഷൻ. അപ്പൊ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഫുൾ അനസ്തീഷ്യ കൊടുത്ത് കംപ്ലീറ്റ്ലി എന്താ പറയാ, ഫുള്ളി ഔട്ട് ഓഫ് സെൻസസ് ആക്കി പിന്നെ അവർ ഓപ്പറേഷൻ ചെയ്യും. അപ്പൊ കോമ സ്റ്റേജ് മാറി. അപ്പൊ ബ്രെയിനിൽ ഇരുന്നാണ് നമുക്ക് എല്ലാ ഓർഡേഴ്സും വരുന്നത്. ഫംഗ്ഷൻ ചെയ്യണം, ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം, അങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം. സോ ആ എല്ലാ ആക്ടിവിറ്റീസും നിർത്തിയിട്ടാണ് അവർ ഓപ്പറേഷൻ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ബ്രെയിൻ ഓപ്പറേഷൻ ഓൾസോ ആൻഡ് വെരി സീരിയസ് ഓപ്പറേഷൻ ഓൾസോ. അപ്പൊ ഈ കുറച്ച് സീരിയസ് ആയിട്ട് ഉള്ള ഓപ്പറേഷൻ ആയതുകൊണ്ട് പിന്നെ ഡോക്ടേഴ്സ് വന്നിട്ട് ഇത് വന്നിട്ട് റെക്കോർഡ് ചെയ്തു. ഈ ഓപ്പറേഷൻ വന്നിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുമ്പോൾ 6 hours നടന്നു ഓപ്പറേഷൻ. ഓപ്പറേഷൻ വന്ന് 6 hours നടന്നപ്പോ അനസ്തേഷ്യ കൊടുത്തിട്ടല്ലേ ഓപ്പറേഷൻ ചെയ്ത്, സ്കൽ പൊട്ടിച്ച് ബ്രെയിനിൽ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മാതാജി ഓപ്പറേഷന്റെ ഇടയ്ക്ക് പറയുന്നൊന്ന്, തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത്, തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത്, തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത്. അപ്പം ഡോക്ടേഴ്സിനുള്ള അതിശയം, നമ്മൾ ഫുൾ അനസ്തേഷ്യ കൊടുത്ത് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഈ മാതാജി നോൺ സ്റ്റോപ്പ് ആയിട്ട് എങ്ങനെ ഇത് പറയണ. പിന്നെ ആക്ച്വലി മാതാജി പറയുന്ന ശ്ലോകം എന്താണ്? ഭഗവത്ഗീതയിലെ ഈ വേഴ്സ് ഉണ്ട്, 12ാം അധ്യായത്തിലെ 6-7 വേഴ്സസില്, ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഹ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസത്തെ തേഷാം അഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത് പാർത്ത മയ്യാവേശിത ചേതസാം. ഭഗവാൻ അവിടെ എന്താ പ്രോമിസ് ചെയ്യുന്നത്? എന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട്, എന്നെ നീ മനസ്സിൽ കംപ്ലീറ്റ്ലി ഫിക്സ്ഡ് ആക്കണം, ഐ വിൽ ഡെലിവർ യു ഫ്രം ദ ഓഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. തേഷാം അഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത്, മൃത്യു സംസാര സാഗരത്തിൽ നിന്ന് നിന്നെ കര എത്തിക്കാം എന്ന് ഭഗവാൻ വന്ന് പ്രോമിസ് ചെയ്യുന്നു ഭഗവത്ഗീതയുടെ വേഴ്സ്. അപ്പൊ മാതാജി മനസ്സില് കോമ സ്റ്റേജിൽ ഉള്ള സമയത്തും മാതാജി എന്താ പറയണേ, കോമ മീൻസ് ഓൾമോസ്റ്റ് ഡെഡ്, ഇങ്ങനെ ഇതിൽ കിടക്കുമ്പോ മാതാജി പറയുന്നു തേഷാമഹം സമുദ്ധർത്ത. അപ്പൊ ഈ ഡോക്ടേഴ്സ് എല്ലാം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയപ്പോ ദേ വെന്റ് ടു ദ നിയറസ്റ്റ് ഇസ്കോൺ സെന്റർ. അപ്പൊ സയൻസ് എവിടെ ആൻസർ ചെയ്യുന്നില്ലയോ അവിടെ വന്നിട്ട് ശാസ്ത്രത്തിൽ വന്ന് നിങ്ങൾക്ക് എല്ലാത്തിനും ആൻസർ കിട്ടും. അപ്പൊ ഡിവോട്ടീസിന്റെ അടുത്ത് പോയി ചോദിച്ചപ്പോ പിന്നെ ഡിവോട്ടീസ് വന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മാതാജി മനസ്സിന്റെ ആഴത്തില് വന്നിട്ട് ഭഗവാൻ വന്നിട്ട് എന്നെ സംസാര സാഗരം ക്രോസ് ചെയ്യാൻ ഭഗവാൻ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പൊ നമ്മളെല്ലാം ശ്ലോകം വായിക്കുന്നു, കടകടകടകടന്ന് ശ്ലോകം എല്ലാം പറയുന്നുണ്ട്, ശ്ലോക കോമ്പറ്റീഷനും നടത്തും, എല്ലാം സൂപ്പറായി എല്ലാം പറയും. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് നമ്മുടെ മനസ്സില് ഭഗവാൻ വന്നിട്ട് ഈ സംസാര സാഗരം ക്രോസ് ചെയ്യാൻ ഭഗവാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുള്ള ഡീപ്പസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, ആ ഫേം ഫെയ്ത്ത് നമുക്കുണ്ടോ? അതായത് അത്ര മാത്രം ശാസ്ത്രത്തിലും നമ്മൾ വിശ്വാസം ഉണ്ടായിട്ട് അത് വന്നിട്ട് സീരിയസ് ആയി എടുത്ത് നമ്മൾ നമ്മുടെ മനസ്സിൽ വന്നിട്ട് ഭഗവാനെ നിർത്തിയാൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് വന്നിട്ട് ഉത്തമ ഭക്തരുടെ ഇതിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ഗുരുദേവൻ ലിവർ ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് എല്ലാം കഴിഞ്ഞതാ. ലിവർ ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് എല്ലാം കഴിഞ്ഞ് കോൺഷ്യസ്നെസ് വരാൻ തന്നെ കുറെ സമയം എടുക്കും. അങ്ങനത്തെ സമയത്തില് കണ്ണ് തുറന്ന ഉടനെ ചോദിക്കുന്നു, വേറെന്തോ ലിക്വിഡ് ഫുഡ് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ ഏതോ ഫുഡ് കൊണ്ടുവന്നപ്പോ
ഗുരു മഹാരാജ് പറഞ്ഞു ടുഡേ ഈസ് ഏകാദശി, ടുഡേ ഈസ് ഏകാദശി എന്ന്. എന്തുമാത്രം മനസ്സ് ഫിക്സ്ഡ് ആയിരുന്ന ടുഡേ ഈസ് ഏകാദശി എന്നിങ്ങനെ പറയുന്നത്. സാധാരണമായിട്ട് വന്നിട്ട് ബോധം വരാൻ തന്നെ കുറെ മണിക്കൂർ എടുക്കും ഈ അനസ്തേഷ്യ ഇതെല്ലാം കൊടുത്താല്. അപ്പൊ കണ്ണ് തുറന്ന ഉടനെ ഇന്ന് ഏകാദശി വ്രതമാണ്, ഞാൻ വന്നിട്ട് ധാന്യം കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പ്രഭുജിക്ക് വന്നിട്ട് ഗുരു മഹാരാജിന്റെ സർവീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കിട്ടിയപ്പോ നൈറ്റ് സർവീസിൽ പോയി ഇങ്ങനെ കുറെ യൂറിൻ ട്യൂബ് എല്ലാം മാറ്റിയിടുക, അതങ്ങനെ കുറെ രാത്രി കുറെ സർവീസസ് എല്ലാം ഉണ്ടാവും രാത്രി. അപ്പൊ ഗുരു മഹാരാജിന്റെ കൈ വന്നിട്ട് ഇങ്ങനെ ഗുരു മഹാരാജ് വന്നിട്ട് പാരലൈസ് ആയ പിന്നെ ക്ലിക്കറിലാണ് ചാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൈ ഇങ്ങനെ ഇങ്ങനെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. വെദർ യു ആർ സ്ലീപ്പിംഗ്, ഫിസിക്കലി ഫിറ്റ് ഇല്ലയോ, അതെല്ലാം ആൾ മനസ്സില് ഭഗവാന്റെ നാമം ജപിക്കണം. ഇന്ന് ഏകാദശിയാണ്, ഇന്ന് ഫാസ്റ്റ് ചെയ്യുന്ന ദിവസമാണ്, വേറൊന്നും കംപ്ലീറ്റ്ലി അവെയർ, കംപ്ലീറ്റ്ലി ഫിക്സ്ഡ് ഇൻ കൃഷ്ണ. അപ്പൊ സീനിയർ ഡിവോട്ടീസ് വന്ന് നമുക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നു. ഉത്തമ വൈഷ്ണവന്മാർ വന്നിട്ട് നമുക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നു ബൈ ദ പ്രാക്ടിക്കൽ എക്സാമ്പിൾ. ഈസ് ഇറ്റ് പോസിബിൾ പറഞ്ഞ ഇറ്റ് ഈസ് പോസിബിൾ. ഈ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം വന്നിട്ട് ഇതെല്ലാം വേദത്തില് പുരാണത്തില് ഭാഗവത്തില് പ്രഹ്ലാദ മഹാരാജൻ നാരായണ എന്ന് പറഞ്ഞ് വിഷം കുടിച്ചു, ഇപ്പൊ നമുക്ക് വിഷം കാലയ്ക്ക് കപ്പൂല് കൊടുത്ത് നാരായണ. നമുക്കത്ര വിശ്വാസം ഇല്ലല്ലോ. നമുക്കത്ര വിശ്വാസത്തോടെ അങ്ങനെ ഭഗവാൻ വന്നിട്ട് എന്നെ കാത്ത് രക്ഷിക്കുന്നുള്ള ഒരു ഫെയ്ത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അത് ഡൗട്ട് ചെയ്തിട്ടേ കുടിക്കുള്ളൂ. അതുപോലെ മറ്റേ എന്താ ഒരു കഥ കേട്ട ഓർമ്മയുണ്ട്. മറ്റേ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല, ബട്ട് ആ കഥയിൽ വന്നിട്ട് ഇങ്ങനെയാണ്. ഗംഗാ സ്നാനം ചെയ്ത് പാപങ്ങളെല്ലാം തീർന്നവർ വന്നിട്ട് ഈ തൊട്ടാല് ഈ ശരീരത്തിലുള്ള പാപങ്ങളെല്ലാം പോകുമെന്ന് പറയുമ്പോൾ ആരും മുന്നിലോട്ട് വരുന്നില്ല. പക്ഷെ ഒരു കുട്ടി ബാലകൻ മാത്രം വന്നിട്ട് ഞാനിപ്പോ ഗംഗാ സ്നാനം ചെയ്തിട്ട് വന്നതാ, നമുക്ക് വന്നിട്ട് പോയി തൊടാന്ന് പറഞ്ഞിട്ട് വി ഡോണ്ട് ഹാവ് ഫെയ്ത്ത്. മെനി തിങ്സ് വി ഡു. നമ്മൾ പോയി ഗംഗാല പോയി ഡിപ്പ് ചെയ്യും, നമ്മൾ കുറെ നാമം ജപിക്കും, കുറെ സർവീസ് ചെയ്യും. ബട്ട് ഉള്ളിന്റെ ഉള്ളില് വന്നിട്ട് ദിസ് ഇസ് മൈ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് കൃഷ്ണ. ഞാൻ വന്നിട്ട് ഡെയിലി ഭഗവാന്റെ കൂടെ സംസാരിക്കുകയാണ്, ഡെയിലി ഞാൻ വന്നിട്ട് ഭഗവാന്റെ അസോസിയേഷൻ എടുക്കുകയാണ്. നല്ല ഒരു ഇത് കിട്ടിയായിരുന്നു എനിക്ക് വാട്സാപ്പില്. അത് കൃഷ്ണ വന്നിട്ട് തന്റെ ഭക്തന്റെ അടുത്ത് സംസാരിക്കുന്ന മാതിരി അതില് വന്നിട്ട് കൃഷ്ണൻ വന്നിട്ട് പറയുന്നു ലെറ്റർ ഫ്രം ദ ഹോലി നെയിം. ഭഗവാൻ ലെറ്റർ ഫ്രം ദ ഹോലി നെയിം വന്നിട്ട് ഭഗവാന്റെ തിരുനാമം വന്നിട്ട് പറയുന്നു, I saw you today, your lips moved, but your heart was far. നിന്റെ ലിപ്സ് വന്ന് മൂവ് ചെയ്യുമായിരുന്നു, നീ വന്ന് നാമം ജപിക്കുമായിരുന്നു, നീ എന്തെല്ലാമോ പറയുമായിരുന്നു, നിന്റെ ഹൃദയം വന്നിട്ട് വളരെ ദൂരെയായിരുന്നു. ഐ സ്റ്റിൽ കെയിം. നീ എന്നെ വിളിച്ചത് കൊണ്ട് ഞാൻ വന്നു. ഐ സ്റ്റിൽ സ്റ്റേഡ്. ഐ ഓൾവേസ് ഡു ദാറ്റ്. അപ്പൊ എന്ത് ഭഗവാൻ പറയുന്നു, ഞാൻ അവിടെ വന്നു, നീ നിന്റെ നാമം ജപിക്കുന്നുണ്ട്, പക്ഷെ നിന്റെ ഹൃദയം എവിടെയോ ആയിരുന്നു. ഞാൻ വന്നിരുന്നു, ഞാൻ അവിടെ സ്റ്റേ ചെയ്തിരുന്നു. ഭഗവാൻ പറയുന്നുണ്ട്, I don't need perfection, just your presence. അതുകൊണ്ട് എന്താ വെച്ചാല് നിന്റെ പ്രസൻസാ വേണ്ടെന്ന്. I don't need perfection, just your presence. ജപിക്കുമ്പോ പെർഫെക്ഷൻ വേണമെന്നില്ല, ബട്ട് നമ്മള് വി ഷുഡ് ബി പ്രസന്റ് ദർ. നമ്മൾ എന്ത് സേവ ചെയ്താലും ഒരു മെക്കാനിക്കൽ ആക്ടിവിറ്റി ആയിട്ട് പാത്രം തേച്ച് കഴിയാലും മാതാജി സർവീസ് കഴിഞ്ഞു, മാതാജി ഇന്നത്തെ സേവ കഴിഞ്ഞു, പാത്രം തേച്ച് കഴിക്കാലും ആർത്തി കഴിഞ്ഞു എന്ന് വിചാരിച്ചാല് that means we wanted to get finished. വേഗം ഫിനിഷ് ആക്കണം എന്നുള്ള ആ ലെവലിലേക്ക് എത്തുവാണെങ്കിൽ പിന്നെ നമ്മൾ വന്നിട്ട് എന്താ പറയാ, ഇതുപോലെ എല്ലാം ചിന്തിക്കുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യണ്ടെന്ന്. സോ ലൈഫിന്റെ സക്സസ് എന്തായിരിക്കും എന്ന് വെച്ചാല് ഡീപ്പ് ഇൻ ദ ഹാർട്ടില് നമ്മുടെ കൃഷ്ണന്റെ കൂടെ ഒരു ലവിങ് റിലേഷൻഷിപ്പ് വന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് റിലേഷൻഷിപ്പ് വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഭഗവാന്റെ കൂടെ ഒരു കണക്ഷൻ വന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫ് വന്നിട്ട് സക്സസ്ഫുൾ ആവുന്നത്. ഉറച്ച വിശ്വാസം ഭഗവാൻ എന്നെ രക്ഷിക്കും. തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത്ന മാതാജി പറഞ്ഞ പോലെ എന്നെ ഭഗവാൻ വന്നിട്ട് ഈ സംസാര സാഗരം ക്രോസ് ചെയ്യാൻ ഭഗവാൻ വന്നിട്ട് എനിക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ കൂടെ നമ്മളെല്ലാം ചെയ്യണം. ചുമ്മാ ഗോ റൈറ്റ് അതുകൊണ്ട് ഞാൻ റൈറ്റിൽ പോയി, ഗോ ലെഫ്റ്റ് അതുകൊണ്ട് ഞാൻ ലെഫ്റ്റിൽ പോയി, യു ടേൺ അതുകൊണ്ട് യു ടേൺ അടിച്ചു, അങ്ങനെയല്ല. എന്റെ ഡെസ്റ്റിനേഷൻ ഗോലോക വൃന്ദാവൻ. ആ ഗോലോക് ധാം എത്തുന്നതിന് ഞാൻ എന്തെല്ലാം ചെയ്യണം, അത് എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണം,
ആ ഒരു ഫോക്കസോടെ കൂടെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലൈഫ് വന്നിട്ട് സക്സസ്ഫുൾ ആയിരിക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, ചുമ്മാ വേദങ്ങളെല്ലാം മനസ്സിലാക്കണം, വേദങ്ങളെല്ലാം മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ചുമ്മാ വേദങ്ങള് പഠിക്കാൻ നമ്മുടെ ആയുസ്, സംസ്കൃതം പഠിക്കാൻ നമുക്ക് ആയുസ് പോരാ. വേദങ്ങളെല്ലാം പഠിച്ചിട്ട് അതിലുള്ള റിച്വൽസ് എല്ലാം വന്നിട്ട് ചെയ്യുന്നത് വന്നിട്ട് ചുമ്മാ ഇറ്റ് ഇസ് യൂസ്ലെസ്ലി വേസ്റ്റിംഗ് ദ ടൈം ആണ്. A Krishna consciousness person transcends the limit of Shabda Brahma or the range of Vedas and Upanishads എന്ന് ഇവിടെ പറയണം. കൃഷ്ണ കോൺഷ്യസ്നസ് ഉള്ളവർ വന്നിട്ട് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം ട്രാൻസെൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ബട്ട് അതിനു വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതെല്ലാം ഫോളോ ചെയ്യാതെ പാടില്ല. ഫോളോ ചെയ്യാതെ ഇരുന്നിട്ട് അങ്ങനെയല്ല. സോ ഫലം ഇച്ഛിച്ച് വേദത്തിൽ പറഞ്ഞിട്ടുള്ള ഫലം ഇച്ഛിച്ചുള്ള കർമ്മങ്ങളിലെല്ലാം വന്നിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ജന്മമൃത്യു ചക്രത്തിലിരുന്ന് വെളിയിൽ വന്നിട്ട് ഭഗവാന്റെ സേവനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി നമുക്ക് വി വിൽ ഡു ഓൾ ദ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യാം. ചെയ്തിട്ട് ആ സാധന ഭക്തി തന്നെ നമ്മൾ സാധ്യക്ക് എത്തിച്ചെല്ലും. വേദത്തിൽ പറയുന്ന ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് അല്ല, ഗുരുശിഷ്യ പരമ്പരയിൽ വരുന്ന ആചാര്യന്മാർ പറയുന്ന രീതിയിൽ നമ്മൾ സാധന ഭക്തി ചെയ്യുവാണെങ്കിൽ നമ്മുടെ സാധ്യയെ എത്തിച്ചേരും. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടെ ഇന്നത്തെ സെഷൻ നമുക്ക് ഫിനിഷ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമോ കമന്റ്സോ ഉണ്ടെങ്കിൽ പറയും. ഹരേ കൃഷ്ണ. Hare Krishna. Thank you, Mataji. Pranamam. ഹരേ Thank കൃഷ്ണ. you so much. താങ്ക് യു. Hare Krishna. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ആർക്കും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ മാതാജി. Hare Krishna. Hare Krishna, Mataji. Thank you. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. വളരെ നന്ദി മാതാജി. നല്ല മനോഹരമായ ക്ലാസ്. നന്ദി മാതാജി. താങ്ക് യു മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ എല്ലാ വൈഷ്ണവന്മാർക്കും വിനീതമായ പ്രണാമം. വാഞ്ചാകൽപതരോഭ്യശ്ച കൃപാസിന്ധുഭ്യവച പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय. गौरांग भक्त वृंद की जय. श्रील प्रभुपाद की जय. निताय गौर प्रेमानंदे हरि. हरे कृष्णा.